അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം വിശ്വാസിയുടെ സന്തോഷ സമവാക്യം. ഇതാണ് ഈ സെഷനിൽ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. വിഷയം നീട്ടി വലിച്ചു കൊണ്ടുപോകാതെ വിഷയത്തിന്റെ മർമ്മത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് സത്യത്തിൽ നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. സന്തോഷം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അതിപ്രധാനമാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. സന്തോഷമില്ലാത്ത ജീവിതം വിരസമായിരിക്കും. ആഹ്ലാദിച്ചു ജീവിക്കാൻ പറ്റണം, അപ്പോഴേ ജീവിതത്തിന് അർത്ഥമുള്ളൂ. സത്യത്തിൽ ഈ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ചർച്ചക്കെടുക്കുന്നത് സൂറത്തുൻ നഹ്ലിലെ 97-ാം വചനമാണ്. ആ 97-ാം വചനത്തിന്റെ ചർച്ചയിൽ വിശ്വാസിയുടെ സന്തോഷ സമവാക്യം കണ്ടെത്താനാകുമോ എന്നതാണ് ചോദ്യം. തീർച്ചയായിട്ടും അത് മാത്രമാണ് ആ വചനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളതെന്നാണ് സത്യം. നമ്മുടെ മക്കള് ഈ സാഹിത്യോത്സവിന്റെ വേദിയിൽ ഉറക്ക വിളിച്ച ഒരു മുദ്രാവാക്യം, ദി ആൽക്കെമി ഓഫ് ഹാപ്പിനെസ്, സന്തോഷത്തിന്റെ രസതന്ത്രം. അതെല്ലാ അർത്ഥത്തിലും അവതരിപ്പിക്കാൻ കെൽപ്പും പ്രാപ്തിയും കരുത്തുമുള്ള ഒരു വചനമാണ് സൂറത്തുൻ നഹ്ലിലെ 97-ാം വചനം. എന്താണ് ആ വചനം? അത് നമുക്ക് ഇങ്ങനെ വായിക്കാം. മൻ അമില സ്വാലിഹൻ മിൻ ദഖരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിമാ കാനൂ. എത്ര മനോഹരമാണ് ആശയം! എന്താണ് ഈ ഈ വചനത്തിന്റെ ആശയപ്പൊരുള്? മൻ അമില സ്വാലിഹൻ മിൻ ദഖരിൻ ഔ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ സുകൃതം ആര് ചെയ്താലും വഹുവ മുഅ്മിൻ, ആദർശബോധം നെഞ്ചിനുള്ളിൽ ഉണ്ടെങ്കിൽ, ഒരു വിശ്വാസിയായ മനുഷ്യനാണെങ്കിൽ അവന്റെ വിശ്വാസത്തിന് തിളക്കം പകർന്നുകൊണ്ട് കർമ്മം കൊണ്ടും കൂടെ അവന്റെ ജീവിതം അവൻ ധന്യമാക്കിയിട്ടുണ്ടെങ്കിൽ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, തീർച്ചയായും, അല്ലാഹുവിന്റെ ആ പ്രയോഗം ശ്രദ്ധിക്കണം കേട്ടോ, തീർച്ചയായും ആ മനുഷ്യന് നാം പ്രദാനം ചെയ്യും ഹയാതൻ ത്വയ്യിബ, ടെൻഷൻ ഫ്രീ ലൈഫ്. ടെൻഷൻ ഇല്ലാത്ത ഒരു ജീവിതം, സന്തോഷദായകമായ ഒരു ജീവിതം അവന് ഞാൻ കൊടുത്തിരിക്കും. തീർച്ചയാണത്, ഒരു സംശയത്തിനും പഴുതില്ലാതെ പടച്ചോൻ പറയാണ്. എന്നിട്ട് പറഞ്ഞു, വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി, മെച്ചപ്പെട്ട പ്രതിഫലം ഞാൻ അവർക്ക് പ്രതിഫലമായി നാളെ നൽകുകയും ചെയ്യും. ഇതാണ് വിശ്വാസിയുടെ ജീവിതം.
ഈ ഭൂമി ലോകത്തവന്റെ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. നാളെ ആഖിറത്തിലും ഇനി ഈ കഷ്ടപ്പെട്ടതിനൊക്കെ വലിയ പ്രതിഫലം അവന് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ആയത്തിലൂടെ ദുനിയാവിന്റെ സന്തോഷവും ആഖിറത്തിന്റെ സന്തോഷവും കൂടെ വിശ്വാസിക്ക് അല്ലാഹു തആല ഓഫർ ചെയ്യുകയാണ്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ഒരു ഓഫർ പടച്ചോൻ കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞതിൽ അത് രണ്ടും അന്തർലീനമായിരിക്കണമല്ലോ. ഉണ്ട്. എന്താണത്? അത് വളരെ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം നസഫി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നസഫി റളിയല്ലാഹു അൻഹു നമ്മളോട് പഠിപ്പിക്കുന്നത് കാണാം. വിശ്വാസിക്ക് രണ്ട് നിലവാരമാണ്. ഒന്നുകിൽ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവനായിരിക്കും. രണ്ട് നിലവാരമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ളത്. ഒന്നുകിൽ സുഹൃതങ്ങളെ കൊണ്ട് ധന്യമായ ജീവിതമുള്ള വിശ്വാസിയായിരിക്കും, അല്ലെങ്കിൽ അയാൾ എല്ലാ അർത്ഥത്തിലും ചീത്തയായി മോശമായി ജീവിക്കുന്നയാളായിരിക്കും, തെമ്മാടിയായിരിക്കും, അല്ലെങ്കിൽ സുഹൃതനായിരിക്കും. നല്ല നിലക്ക് ജീവിക്കുന്ന വിശ്വാസിയാണെങ്കിൽ, നേരെ ചൊവ്വേ സുഹൃതങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ അയാളുടെ കാര്യത്തിൽ അയാൾക്ക് ഈ ഭൂമി ലോകത്തെ ജീവിതത്തിൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല, സന്തോഷം മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് ഉറപ്പ്. എന്തുകൊണ്ട്? രണ്ട് മാർഗേ ഉള്ളൂ മനുഷ്യന്റെ മുമ്പിൽ, രണ്ട് രൂപമേ ഉള്ളൂ. ഒന്നുകിൽ മുതലാളിയാവുക, അല്ലെങ്കിൽ പാവപ്പെട്ടവനാവുക. മുതലാളിയായ മുത്തഖിയായ വിശ്വാസിക്ക്, ഭക്തനായ വിശ്വാസിക്ക് മുതലാളിയാണെങ്കിൽ അയാൾക്ക് പിന്നെ സന്തോഷ ജീവിതം ഉണ്ടാകും എന്ന് പറയാൻ ആരോടും ചോദിക്കണ്ട. കാരണം നല്ല ഭക്ഷണം കഴിക്കാം, നല്ല പാർപ്പിടം ഉണ്ടാക്കാം, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാം, നല്ല ഡ്രസ്സ് ധരിക്കാം, നല്ല ചുറ്റുപാടുകളും സൗകര്യങ്ങളൊക്കെ അയാൾക്ക് ഒരുക്കാൻ പറ്റും. കാരണം അയാൾ ഓൾറെഡി മുതലാളിയാണല്ലോ. അപ്പൊ ഭൂമി ലോകത്തെ ജീവിതത്തിൽ ഒരു വിഷമം ഉണ്ടാവില്ല എന്ന് ഉറപ്പ്. ഇനി ഈ ഭക്തനായ വിശ്വാസി ദരിദ്രനാണെങ്കിലോ സമൃദ്ധനല്ലെങ്കിലോ, ബഹുമാനപ്പെട്ട ഇമാം നസഫി റളിയല്ലാഹു അൻഹു പറയാൻ, മൂസിറല്ല, ധനികനല്ല, ആൾ അല്പം ഞെരുക്കക്കാരനാണ്, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവനാണ് എങ്കിൽ അവന്റെ കാര്യത്തിലും ബേജാറൊന്നുമില്ല, ഒന്നും ബേജാറാകാനില്ല. കാരണം എന്താ? അവനെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷകരമായ ജീവിതം നൽകാൻ ഉതകുന്ന ഉപാധി അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. അതെന്താ? എത്ര ടെൻഷൻ നിറഞ്ഞ ജീവിതമാണെങ്കിലും ആ ടെൻഷൻ നിറഞ്ഞ ജീവിതത്തെ അയാൾ അള്ളാഹുവിനോടൊപ്പമുള്ള ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഖനാഅത്ത് എന്ന് പറയുന്ന ഒരു വലിയ മുതൽക്കൂട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകും. അതാണ് ഒരു വിശ്വാസിയുടെ സന്തോഷത്തിന്റെ രസതന്ത്രം. ഖനാഅത്താണ്. അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഖനാഅത്ത് എന്താണ്? ഖനാഅത്ത് എന്ന് പറഞ്ഞാല്, ഖനാഅത്ത് എന്ന് പറഞ്ഞാല് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു ശേഷിയാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ, എന്താണോ കയ്യിലുള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു ശേഷിയാണത്. അപ്പോ ഇവന്റെ ജീവിതം സന്തോഷകരമാക്കുന്ന ഒരു വലിയ സമ്പത്ത് അവന്റെ കൂടെയുണ്ട്. ഏത് സാധുവിന്റെയും, മൂമിനാണെങ്കിൽ മുത്തഖിയാണെങ്കിൽ, അതേതാന്ന് ചോദിച്ചാൽ ഖനാഅത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഖനാഅതു മാലുൻ ലാ യൻഫദ്. സുബ്ഹാനല്ലാഹ്, സമാനതകളില്ലാത്ത ഒരു വാക്കാണ് ആ പറഞ്ഞത്. അൽ ഖനാഅതു മാലുൻ ലാ യൻഫദ്. തീർച്ച, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന ശീലം മാലുൻ ലാ യൻഫദ്, അതൊരിക്കലും തീരാത്ത, എടുത്താൽ തീരാത്ത അക്ഷയ ഖനിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി അൽ ഖനാഅതു മാലുൻ ലാ യൻഫദ്. ഖനാഅത്ത് ഉണ്ടെങ്കിൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ, അത് എടുത്താ തീരാത്ത അക്ഷയഖനി കൈവശമുള്ളവനെ പോലെയാണ്. എന്തൊരത്ഭുതം! ഇമാം നസഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഒരു വകുപ്പ്, ഒരു മുഖമുള്ളത് ഈ മനുഷ്യൻ ദുർമാർഗിയാവുക എന്നുള്ളതാ.
ഫാജിറായി പോവുക എന്നതാണ്. എങ്കിൽ അവന്റെ കാര്യം നേരെ തല തിരിച്ചാണ്. അവന് ജീവിതത്തിൽ സന്തോഷം എന്നൊന്ന് അനുഭവിക്കേയില്ല. അപ്പൊ ഒരു ചോദ്യം, അതെങ്ങനെയാണ്? ഞെരുക്കക്കാരനാണെങ്കിൽ, വൃത്തികെട്ട മനുഷ്യൻ, വിശ്വാസിയാണ്, പക്ഷേ ജീവിതം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നവനല്ല, മതം പ്രാക്ടീസ് ചെയ്യുന്നവനല്ല എന്ന് നമ്മൾ ചിന്തിക്കുക. എങ്കിൽ അയാൾ ഞെരുക്കക്കാരനാണെങ്കിൽ അയാൾക്ക് സന്തോഷം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ്. കാരണം അയാളുടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അയാൾ എപ്പോഴും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് എവിടെ സന്തോഷം? അയൽക്കാര് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾക്ക് അതിന് പറ്റുന്നില്ല. അയൽക്കാരന്റെ ഭാര്യക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുമ്പോൾ അയാൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ല. നല്ല വാഹനത്തിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ഈ ജീവിതത്തിൽ ഒരു സുഖവും സന്തോഷവും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ഇനി അയാള് മുതലാളിയാണെങ്കിലോ, വിശ്വാസി, സുഹൃതം ചെയ്യുന്ന വിശ്വാസി അല്ലെങ്കിലും മുതലാളിയാണെങ്കിൽ അയാൾക്ക് ഈ ഭൂമി ലോകത്തെല്ലാം ആസ്വദിക്കാൻ പറ്റൂലേ? പറ്റൂല. ഇമാം നസഫി റളിയല്ലാഹു അൻഹു പറയാണ്, ഫൽ ഹിർസു ലാ യദഉഹു അൻ യഹ്ന ബിഐശിഹി. ഫൽ ഹിർസു ലാ യദഉഹു അൻ യഹ്ന ബിഐശിഹി. ജീവിതം ആസ്വദിക്കാൻ അവന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആർത്തി അവനെ സമ്മതിക്കൂല. അതാണ് മുതലാളിയായിട്ട് കാര്യമല്ല. അയാൾ ഒരു നല്ല ഭക്ഷണം കഴിക്കോ? ഇല്ല. അയാളുടെ അടുത്ത വീട്ടുകാരന്, അയൽവാസി, അയാളുടെ ഭാര്യക്ക് ആ അയൽവാസി ദിവസം 500 രൂപ കൂലിപ്പണിക്ക് പോയിട്ട് വാങ്ങിക്കൊടുക്കുന്ന സൗകര്യങ്ങൾ പോലും ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള ഈ മുതലാളിയുടെ വീട്ടിലില്ല. ഭാര്യക്കില്ല, മക്കൾക്കില്ല. അദ്ദേഹം നല്ല ഡ്രസ്സ് ധരിക്കൂല, അദ്ദേഹം നല്ല വീടെടുക്കൂല, അദ്ദേഹം നല്ല വാഹനത്തിൽ ഓടൂല. എന്താ കാരണം? പൈസ എടുത്താ പോകുന്നു കരുതിയിട്ട്. കണ്ടോ പിശുക്ക്. ജീവിക്കാൻ അനുവദിക്കൂല ആർത്തി. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇയ്യാകും വത്തമഅ ഫഇന്നഹു ഹുവൽ ഫഖർ. ഇയ്യാകും വത്തമഅ ഫഇന്നഹു ഹുവൽ ഫഖർ. നിങ്ങൾ ആർത്തിയെ ഭയക്കണം, കാരണം ആർത്തി ദാരിദ്ര്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർത്തിയുണ്ടോ ആ മനുഷ്യനെ ദാരിദ്ര്യം ഒരിക്കലും ആ മനുഷ്യനെ വിട്ടുമാറുകയില്ല. എന്നും അവനോടൊപ്പം ദാരിദ്ര്യം ഉണ്ടാവും. എങ്ങനെ ദാരിദ്ര്യം? നാട്ടിൽ പല ആർത്തിക്കാരും വലിയ വലിയ പോക്കറ്റുകളല്ലേ, വമ്പം മുതലാളിമാരല്ലേ എന്ന് സംശയിക്കുന്നവരുണ്ടായേക്കാം. മുതലുണ്ടായിട്ട് എന്ത് കാര്യമാണ്? ഇഷ്ടം പോലെ കാശുണ്ട്, ഇഷ്ടം പോലെ ഭൂമിയുണ്ട്, ബിസിനസ്സുകൾ ഇഷ്ടം പോലെയുണ്ട്, എല്ലാം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? മര്യാദക്ക് ജീവിക്കാൻ മനസ്സില്ലാത്തവന് ഒരു നല്ല മുണ്ടുടുക്കൂല, ഒരു നല്ല ഭക്ഷണം കഴിക്കൂല, നല്ല വീടെടുക്കൂല, ജീവിക്കാൻ അവന്റെ ആർത്തി അവനെ സമ്മതിക്കുന്നില്ലെങ്കിൽ ആ മനുഷ്യൻ ദരിദ്രനാണെന്ന് മുത്തുനബി പറഞ്ഞത് ശരിയല്ലേ? കാരണം ദാരിദ്ര്യത്തിന്റെ നിഴൽപ്പാടുകള് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എവിടെയും കാണാൻ പറ്റും. അപ്പോൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം നസഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നു, ഈമാനും സുഹൃതവും ഉള്ളവർക്ക് മാത്രമേ ഈ ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ. നാളെ പരലോകം എന്തായാലും അവർക്കേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ പറയുമ്പം വിശ്വാസിയുടെ ജീവിതം അത് സഅദത്തു ദാറൈനിയാണ്, ഇരുലോകത്തിന്റെയും സന്തോഷമാണ്.
പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നത് വിശ്വാസിക്ക് മാത്രമാണ്. അതും സുഹൃതം ചെയ്യുന്ന വിശ്വാസിക്ക്. അവന് മാത്രമേ ഇരുലോക സന്തോഷമുള്ളൂ. സഅദത്തു ദാറൈനി സാധ്യമാകുന്നത് അവനു മാത്രമാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു പൊതു തത്വമുണ്ട്. ഒരിക്കലും സങ്കടങ്ങൾ നമ്മെ വിട്ടൊഴിഞ്ഞു പോകില്ല. കുട്ടിക്കാലം മുതൽ മരണം വരെ ഒരു തലത്തിലല്ലെങ്കിൽ ഒരു തലത്തിൽ ടെൻഷനുകൾ ഇങ്ങനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടുപോകും. ടെൻഷൻ ഇല്ലാത്തവരാരാ? നമുക്കിങ്ങനെ തോന്നും വലിയ ബിസിനസ്സുകാർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അവരുടെ അടുത്ത് ചെന്നിട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ചു നോക്കണം, അവരുടെ ടെൻഷന്റെ ഭാരം അറിയണമെങ്കിൽ. ആരോഗ്യമുള്ളവന് ടെൻഷനില്ലേ? ഉണ്ട്. സമ്പത്തുള്ളവന് ടെൻഷനില്ലേ? ഉണ്ട്. അറിവുള്ളവന് ടെൻഷനില്ലേ? ഉണ്ട്. അധികാരമുള്ളവന് ടെൻഷനില്ലേ? ടെൻഷനോട് ടെൻഷനാണ്. പിന്നെന്താ ടെൻഷൻ ഇല്ലാതിരിക്കാനുള്ള മാർഗം? ഈ സംഗതി മനസ്സിൽ കയറിക്കൂടുക എന്നുള്ളതാണ്. ഖനാഅത്ത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന ഒരു മുദ്രാവാക്യം മനസ്സിൽ കയറിക്കൂടിയാൽ അവന് ജീവിതം ആസ്വദിക്കാൻ പറ്റും. KG തലത്തിലെ പഠനം മുതൽ ടെൻഷനുകൾ ഇങ്ങനെ കടന്നു വരും. KGയിലെ ഒരു കുട്ടി അതിരാവിലെ സ്കൂളിലേക്ക് KG ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോകുന്നത് കണ്ട നമുക്ക് സങ്കടം തോന്നും അല്ലേ? ആ കുട്ടിയുടെ പുറത്തേറ്റിയ ബുക്കുകൾ കണ്ടാൽ. നമ്മളൊക്കെ പഴയ കാലത്ത് ചിലപ്പോൾ ഒരു ടെക്സ്റ്റും അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്ക് മാത്രമൊക്കെ ആയിട്ട് പോയവരുണ്ടാവും. ഇന്നത്തെ മക്കള്, ഞാൻ പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഭാരങ്ങൾ പേറി തുടങ്ങുകയാണ്. ഇനി വലിയ പണമുള്ളവർക്ക് ലൈഫ് ഇല്ലാത്ത സങ്കടങ്ങൾ ഉള്ളവർ, ഗൾഫുകാരുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. ജീവിക്കാൻ സമയം കിട്ടാത്ത പ്രശ്നം. തിരക്കു പിടിച്ച ബിസിനസ്സുകാരുടെ അവസ്ഥ അതാണ്. രോഗികൾ, എന്തുമാത്രം വലിയ പ്രയാസങ്ങളാണ് അവർ കടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ളവൻ നല്ല നിലക്ക് ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ കയറുന്ന ഒരു സ്വക്കേടുണ്ട്. ആ സ്വക്കേടിന്റെ പേരാണ് അസൂയ. ആ അസൂയ ഉണ്ടെങ്കിൽ ടെൻഷനോട് ടെൻഷനാണ്. ഒരാൾ നല്ല നിലക്ക് കഴിയുന്നത് ഇങ്ങനെ കണ്ടാ മതി ഇവന് പ്രശ്നമാവാൻ. പിന്നെ ഇവന്റെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ഇവൻ നോക്കുന്നത് ഇവനേക്കാൾ കൊഴുത്തവനിലേക്കാണെങ്കിൽ, സൗകര്യം കൂടുതലുള്ളവനിലേക്കാണെങ്കിൽ ഇവന് സങ്കടം തീർത്താ തീരുവോ? ഇല്ല. അപ്പൊ അതാ സയ്യിദുനാ റസൂലുള്ളാഹി ഈ വക കാര്യങ്ങളിലൊക്കെ ഒരു മിതത്വം പാലിക്കാൻ നമ്മളോട് പറഞ്ഞു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് സന്തോഷം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാന് അതിന് നിനക്ക് ആ സന്തോഷത്തിന്റെ രസതന്ത്രം പറഞ്ഞു തരാം. മുത്തുനബി പറഞ്ഞു കൊടുത്തു. അതെന്താണ്? നിന്നെക്കാൾ താഴെയുള്ളവരിലേക്ക് നീ നോക്കണം. ജീവിത സൗകര്യം കൊണ്ട് നിന്നേക്കാൾ താഴെയുള്ളവരെ ശ്രദ്ധിക്കണം. മുകളിലുള്ളവരെ ശ്രദ്ധിച്ചാൽ, 1,00,000 രൂപ മാസത്തിൽ വരുമാനമുള്ളവനെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു സമാധാനവും കിട്ടൂല. എനിക്കെന്നാ അത്ര ഉണ്ടാവുക എന്ന് ആലോചിക്കുക. നേരെ മറിച്ച് 10,000 രൂപ മാസത്തിൽ വരുമാനമുള്ളവൻ ഒരു മാസത്തിൽ 2,000 രൂപ ഒപ്പിക്കാൻ പറ്റാത്ത, 3,000 രൂപ ഒപ്പിക്കാൻ പറ്റാത്ത, ഡയലി 100 രൂപ ജീവിത ഫണ്ടിലേക്ക് ഒപ്പിക്കാൻ പറ്റാത്ത ആളെ കുറിച്ചൊന്ന് ചിന്തിക്കുക. അപ്പൊ ഇയാള് നിറഞ്ഞ സമൃദ്ധിയിലായിരിക്കും. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളോട് പറഞ്ഞത്, ലൈസൽ ഗിനാ അൻ കസറത്തിൽ അർള്. പണം ഒരുപാട് കെട്ടുകൂട്ടി വെക്കലല്ല, ഒരുപാട് ഭൂമിയുടെ ആധാരങ്ങൾ കൊണ്ട് നടക്കലല്ല, മാസത്തിൽ ഇത്ര തേങ്ങ പറിക്കാനുണ്ടെന്ന് പറയലല്ല, ദിവസം ഇത്ര വരുമാനമുണ്ടെന്ന് പറയലല്ല. ഒരു മനുഷ്യന്റെ സമൃദ്ധി വസ്തുക്കളുടെ ആധിക്യത്തിലല്ല, മറിച്ചു വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്, മനസ്സിന്റെ സമൃദ്ധിയാണ് ഏറ്റവും വലിയ സമൃദ്ധി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബലദിൽ ഒരു ആയത്തുണ്ട്. അല്ലാഹു പറഞ്ഞു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ ഞാൻ പടച്ചിരിക്കുന്നത് കഷ്ടപ്പാടുകളുടെ നടുവിലാണ്. ആ മനുഷ്യൻ കഷ്ടപ്പെടാതെ ജീവിക്കാന്ന് കരുതണ്ട. കഷ്ടപ്പെട്ടാൽ സന്തോഷിക്കാൻ അവസരം കൊടുക്കും. ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഖുർആൻ പറഞ്ഞു, കഷ്ടപ്പെടണം, അപ്പോൾ എളുപ്പം വരും.
പ്രയാസപ്പെടുമ്പോൾ അതിന്റെ പിറകിൽ നിങ്ങൾക്ക് സന്തോഷങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ കഷ്ടപ്പാട് ഏറ്റെടുക്കാൻ തയ്യാറാവണം. അത് തയ്യാറാവാത്ത കാലത്തോളം മനുഷ്യന് ഒരിക്കലും ഇതിലൊരു സമാധാനവും കിട്ടൂല. സത്യത്തിൽ ടെൻഷനുകളുടെ മെയിൻ റീസൺ എന്താണ്? പ്രധാന കാരണം എന്താ ടെൻഷനുകളുടെ? അത് മനസ്സിലാക്കിയാൽ തന്നെ രോഗം സുഖപ്പെടും. നമുക്ക് ഏതു വഴിക്ക് ആലോചിച്ചാലും മാനസിക പിരിമുറുക്കം ഉണ്ടാകാനുള്ള പ്രധാന കാരണം പണ്ഡിതന്മാരെഴുതിയത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ആ വലിയ ഗ്രന്ഥ സമാഹാരങ്ങളുടെ ഒരു സംക്ഷിപ്തമാണ് കീമിയാ എ സഅദത്ത്. അതാണ് നിങ്ങളുടെ ഇവിടെ ഈ നൽകിയിരിക്കുന്ന തലക്കെട്ട്, കീമിയാ എ സഅദത്ത്. അത് പാർസി ഭാഷയിലാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാ ഉലൂമുദ്ദീന്റെ ഒരു സംഗ്രഹമാണ്. അതിനെ വളരെ ഷോർട്ടാക്കിയിട്ട് എഴുതിയതാണ് കീമിയാ എ സഅദത്ത് എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ രസതന്ത്രം. അതിന്റെ നേരാർത്ഥം അതാണ് നിങ്ങൾ ഇവിടെ വിളിച്ചിരിക്കുന്ന മുദ്രാവാക്യം. അതിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് സങ്കടങ്ങൾ വരുന്നതിന്റെ പ്രധാന കാരണം പണത്തെ റബ്ബാക്കുമ്പോഴാണ്. പണത്തെ പടച്ചോനാക്കരുത്, പണമാണ് എല്ലാം എല്ലാം എന്ന് കരുതിയാൽ തോറ്റു. ആ മനുഷ്യൻ അവിടെ പരാജയപ്പെടുന്ന. പണമാണ് എന്റെ ജീവിതത്തിന്റെ എല്ലാം എല്ലാം എന്ന് മനസ്സിലാക്കിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്നതൻ വഫിത്നതു ഉമ്മത്തിയൽ മാൽ. ഓരോ ഉമ്മത്തും തകരാൻ ഓരോ കാരണങ്ങളുണ്ട്. ഓരോ കാരണങ്ങളുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത തകർന്നത് സ്വവർഗ രതി ഭ്രാന്ത് തലക്കു പിടിച്ചിട്ടാണ്. ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനത തകർന്നത് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തൽ ഒരു ഹോബിയാക്കി മാറ്റിയത് കൊണ്ടാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. മുത്തുനബി പറഞ്ഞു, എന്റെ ഉമ്മത്തിന് വരുന്ന ഏറ്റവും വലിയ ദുരന്തം, എന്റെ ഉമ്മത്തിന് വരുന്ന ഏറ്റവും വലിയ തകർച്ച, തീർച്ച, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഫിത്നതു ഉമ്മത്തിയൽ മാൽ. എന്റെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ഫിത്ന, ഏറ്റവും വലിയ ദുരന്തം പണക്കൊതിയായിരിക്കും, പണക്കൊതിയായിരിക്കും. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ലോകത്ത് നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും പണക്കൊതിയുടെ പേരിലാണ്. സുഹൃത്തിനെ കൊല്ലുന്നത് അതിനാ, പാർട്ട്ണറെ കൊല്ലുന്നത് പണക്കൊതിയാണ് അതിന്റെ പിന്നിലുള്ളത്, അല്ലേ? അന്യായമായ കയ്യേറ്റങ്ങൾക്ക് പിറകിലൊക്കെ പണക്കൊതിയാണ്. തന്റെ കൂടെ ജീവിക്കുന്ന പാർട്ട്ണറെ പോലും വെട്ടി നുറുക്കി കഷ്ണിക്കുന്നത് പണത്തിന് വേണ്ടിയാണ്. എല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ പണക്കൊതിയാണ് മനുഷ്യനെ അപകടപ്പെടുത്തുന്ന ഏറ്റവും വലിയ മേഖല എന്ന് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ മറ്റൊരു വിഷയം, നമുക്ക് സന്തോഷിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, മനുഷ്യന് സന്തോഷം പങ്കുവെക്കാൻ മാത്രം താല്പര്യം, സങ്കടം പങ്കുവെക്കാൻ ഒട്ടും താല്പര്യമില്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ഇത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. ഒരു മനുഷ്യന് അല്ലാഹു എല്ലാ ജീവിത സൗകര്യവും കൊടുത്ത് അവനെ സുഖ സൗകര്യങ്ങളുടെ പട്ടുമെത്തയിൽ കിടത്തിയുറക്കിയാൽ, എന്താണ് ഹാജി സാഹിബേ നിങ്ങളെ വിശേഷം എന്ന് ചോദിച്ചാൽ, എന്താണ് സുഹൃത്തെ നിന്റെ വിശേഷങ്ങൾ എന്ന് ചോദിച്ചാൽ, അവൻ പറയുന്ന വാക്കെന്താണ്? ഫയഖൂലു റബ്ബി അക്രമനി. എന്റെ റബ്ബ് എന്നെ പരിഗണിച്ചിരിക്കുന്നു, എന്റെ റബ്ബ് എന്നെ പരിഗണിച്ചിരിക്കുന്നു, എനിക്ക് വേണ്ടതെല്ലാം തന്നിരിക്കുന്നു. അതേ സമയം ഇതേ മനുഷ്യനെ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹ, ഒരൽപ്പം ടൈറ്റ് അവന്റെ ജീവിതത്തിൽ കൊടുത്തു, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഞെരുങ്ങുന്ന ഒരവസ്ഥ നൽകിയിട്ട്, അതും ഒരു പരീക്ഷണാണല്ലോ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചാൽ ഫയഖൂലു റബ്ബി അഹാനൻ, അവൻ ഉളുപ്പില്ലാതെ പറയും, നിർലജ്ജം പറയും, റബ്ബി അഹാനനി, എന്റെ റബ്ബ് എന്നെ തീരെ പരിഗണിച്ചില്ല, അവഗണിച്ചു എന്ന് പറയുന്നു.
റബ്ബി അഹാനനി. എന്തേ കാരണം? സന്തോഷം മാത്രം പങ്കുവെക്കാനാ താല്പര്യം. സന്തോഷം ഉണ്ടായപ്പോ പറഞ്ഞല്ലോ റബ്ബി അക്രമനി. അൽഹംദുലില്ലാ, റബ്ബി അക്രമനി എന്ന് പറഞ്ഞവൻ എന്തുകൊണ്ട് ചെറിയ ഒരു വിഷമം വന്നപ്പോഴേക്ക്, ചെറിയ വിഷമമൊക്കെ ഉണ്ടെങ്കിലും അത് സാരല്ല അൽഹംദുലില്ലാ എന്ന് എന്തുകൊണ്ട് അവൻ പറഞ്ഞില്ല? അവന് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. മറിച്ച് നന്ദി കെട്ട മനുഷ്യന്റെ സ്വരത്തിൽ അവൻ പറഞ്ഞില്ലേ, റബ്ബി അഹാനനി. ഇന്നലെ വരെ അവന്റെ റബ്ബ് അവൻ ഒരുക്കി കൊടുത്ത, ഇപ്പോഴും അവൻ സംസാരിക്കുമ്പം അവന് വഴങ്ങുന്ന നാവ്, ആ നാവ് റബ്ബ് വേണ്ടാന്ന് കരുതിയാൽ അങ്ങ് കുഴഞ്ഞു കിടക്കും. ആ നാവ് കൊണ്ടാണ് അവൻ പറയുന്നത് റബ്ബി അഹാനനി, എന്റെ റബ്ബ് എന്നെ അവഗണിച്ചു. അരുത, വലിയ ധിക്കാരമാണിത്, വലിയ ധിക്കാരമാണിത്. അതുകൊണ്ട് സന്തോഷം നിലനിൽക്കണമെങ്കിൽ പിന്നെ വേണ്ട ഒരു സംഗതിയാണത്. സന്തോഷം മാത്രം പങ്കുവെച്ചാൽ പോരാ, സങ്കടവും പങ്കുവെക്കാൻ പഠിക്കണം. അതിനൊക്കെ നമ്മൾ നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ മക്കളെ ശീലിപ്പിച്ചു കൊണ്ടുവരണം. നിങ്ങളുടെ കൂട്ടുകാരെ ശീലിപ്പിച്ചു കൊണ്ടുവരണം, പാർട്ട്ണർമാരെ ശീലിപ്പിച്ചു കൊണ്ടുവരണം. അപ്പോഴേ നമുക്ക് സന്തോഷ ജീവിതം നയിക്കാൻ പറ്റൂ എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞില്ല, ഈ വിഷയം വളരെ സുദീർഘമായി സംസാരിക്കേണ്ടതാണ്. ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ടെൻഷൻ അകറ്റാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണ്? സദാസമയം 24 hours ഒരാൾക്ക് സന്തോഷിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, അത് അനുഗ്രഹം വന്നാലും പരീക്ഷണങ്ങൾ വന്നാലും അപ്പോഴൊക്കെ ചിരിക്കാൻ കഴിയണമെങ്കിൽ, അൽ ഖനാഅത്തു മാലുല്ല യംഫദി എന്ന് പറഞ്ഞ ഖനാഅത്ത് അത് കഴിമുതലാക്കണം. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. സമ്പത്തിനെ റബ്ബായി കാണാതെ സമ്പത്ത് ജീവിതോപാധിയായിട്ട് കാണാൻ തയ്യാറാവണം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. സമ്പത്തും മക്കളും എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. അവിടെ നിൽക്കണം. അത് ഭൗതിക ജീവിതത്തിന്റെ വിജയമാണ് എന്ന് മനസ്സിലാക്കിയാൽ തെറ്റി. അത് അലങ്കാരമാണ്, എന്നാൽ ആഡംബരവും അല്ല, അത് വേണ്ടതാണ്. മാനം മര്യാദക്കാണെങ്കിൽ അത് നിങ്ങൾക്ക് അലങ്കാരമാണ്, നിങ്ങൾക്ക് സന്തോഷിക്കാൻ വക നൽകുന്നതാണ്. അങ്ങനെ തന്നെ സമ്പത്തിനെ നമ്മൾ കാണാൻ തയ്യാറായാൽ നമുക്ക് എല്ലാ നിലക്കും സന്തോഷിക്കാൻ കഴിയും. പിന്നെ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. ആ ഒരു മൈൻഡിലേക്ക് നമ്മളുടെ മനസ്സ് സെറ്റായി കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. അതാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ കീമിയാ എ സഅദത്തില് സന്തോഷം എങ്ങനെ സാധ്യമാക്കും എന്ന ആ ഒരു വലിയ സംഗതി ചുരുക്കി എഴുതിയപ്പോൾ മഹാനവറുകൾ പറയുന്നത്, അത് 3-4 സംഗതികളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന, അത് ഞാനിപ്പോ ഈ പറഞ്ഞതിന്റെ ആകത്തുകയായിരിക്കും. എന്താണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്? ഒന്ന്, നിന്റെ സ്വന്തത്തെ കുറിച്ച് നീ പഠിക്കുക. നിന്നെ പറ്റി നീ പഠിച്ചാൽ നിനക്ക് സന്തോഷം ഉണ്ടാകും. നിന്നെ പറ്റി പഠിച്ചാൽ മതി. സ്വന്തത്തെ അറിഞ്ഞാൽ ഹാപ്പിനെസ് നിലനിൽക്കും, ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. ഇല്ലേ? നമ്മളിപ്പോ എന്താണ്, നമുക്കുള്ള 1-2 പ്രയാസങ്ങളെ കുറിച്ച് നമുക്കറിയാം, പക്ഷെ നമുക്കുള്ള 100 ചില്ലാനം അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ളവന് കിഡ്നി മാറ്റിവെച്ചു, 30-60 ലക്ഷം മുടക്കി. നിങ്ങൾക്ക് ഇന്നുവരെ അത് വന്നിട്ടില്ല. ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നിങ്ങൾ നോക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഈ പനിയോ തലവേദനയോ അല്ലെങ്കിൽ 2-3 ലക്ഷം രൂപയുടെ കടബാധ്യതയോ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കേണ്ട ഘടകമല്ല. അതിനെന്ത് ചെയ്യണം? ഞാൻ സന്തോഷകരമായി ജീവിക്കുന്ന അനുഗ്രഹങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഅരിഫത്തുൻ നഫ്സ്, സ്വന്തത്തെ അറിയുക, എങ്കിൽ സന്തോഷം പരിപൂർണമാകും. വഫിൽ അർളി ആയാതുൽ ലിൽ മുഖിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഈ ഭൂമിയിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തത്തിലും അല്ലാഹു അതുപോലെ ചിന്തിക്കാൻ പറ്റുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ അടക്കി വെച്ചിട്ടുണ്ട്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ണു തുറന്നു നോക്കുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ വൃക്കക്കൊന്ന് വില കെട്ടുമോ?
ഒരു റൂട്ട് കനാൽ ചെയ്തപ്പോഴേക്ക് ഒരു പല്ലിന് 4,000 രൂപ നിങ്ങൾ കൊണ്ടുപോയി ദന്ത ഡോക്ടർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ തന്ന ആ റബ്ബ് എത്രയാ നിങ്ങൾക്ക് തന്നത് എന്ന് ഒന്ന് ഓർക്കാൻ നിങ്ങളൊന്ന് മനസ്സ് കാണിച്ചാൽ എത്ര എളുപ്പമാണിത്. എന്റെ വീട്ടിൽ നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം വലിക്കുന്ന മോട്ടർ 10 കൊല്ലത്തിനിടയിൽ 2 or 3 തവണ ആളെ വിളിപ്പിച്ച് അത് കേടുവന്നപ്പോ നന്നാക്കിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജനിച്ചത് മുതൽ എന്റെ ഈ 49ാമത്തെ വയസ്സിൽ വരെ, ഞാൻ ജനിച്ച അന്ന് മുതൽ അല്ല, എന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിൽക്കുന്ന അന്ന് മുതൽ മിടിക്കാൻ തുടങ്ങിയ ഹൃദയം, രക്തം പമ്പ് ചെയ്യാൻ തുടങ്ങിയ ഹൃദയം ഇന്നുവരെ ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും അത് പണിമുടക്കിയിട്ടില്ല. അത് പണിമുടക്കുന്നതിന്റെ പേരാണ് ബ്ലോക്ക്. അപ്പോഴാണ് നമ്മളത് അറിയാം, അപ്പോഴാണ് നമുക്ക് അറ്റാക്ക് വരിക, അപ്പോഴാണ് നമ്മൾ കുഴഞ്ഞു വീഴുക. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. 49 കൊല്ലായിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴല്ലേ ഞാൻ എന്റെ വലിയ അനുഗ്രഹത്തെ കുറിച്ച് അറിയാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സ്വന്തത്തെ കുറിച്ച് ഒന്ന് പഠിച്ചാൽ മതി, എന്നാൽ മനുഷ്യന് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റും. സ്വന്തത്തെ കുറിച്ച് അറിഞ്ഞാൽ സന്തോഷം നിലനിൽക്കും. ആ സ്വന്തത്തെ കുറിച്ച് അറിയുന്നതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റും. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. സ്വന്തത്തെ അറിഞ്ഞാൽ അവന്റെ നാഥനെ അറിയാൻ കഴിയുമെന്നാണ്. അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഖനാഅത്ത് രൂപപ്പെടും മനസ്സിൽ. പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ സങ്കടപ്പെടുന്ന ഒരു വിശ്വാസിയെ കാണാൻ പറ്റില്ല. പിന്നെ വേണ്ടത് എന്താ? അടുത്ത ഘട്ടം വേണ്ടത് പരലോകത്തെ കുറിച്ച് പഠിക്കുക. യഥാർത്ഥ ജീവിതം പരലോകത്താണ്. അവിടത്തെ സുഖമാണ് സുഖം, അവിടത്തെ ദുഃഖമാണ് ദുഃഖം, അവിടേക്കുള്ള കൃഷിയിടമാണിത്. ഇവിടെ ഞാൻ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാ പൂർത്തീകരിക്കേണ്ടത് എന്നും കൂടെ അങ്ങ് മനസ്സിലാക്കിയാൽ ഇവിടത്തെ സുഖങ്ങളിൽ അവൻ ഒരിക്കലും നെകളിക്കുകയില്ല. ഇവിടത്തെ സങ്കടങ്ങളിൽ അവൻ കൂടുതൽ കരയുകയുമില്ല. മറിച്ച് എല്ലാം സഹിക്കാനും പൊറുക്കാനും അതുപോലെ തന്നെ ആഹ്ലാദിക്കുമ്പോഴും ആ ആഹ്ലാദങ്ങൾക്കും ഒരു പരിധി നിശ്ചയിക്കാനും എല്ലാം അവന് സാധിക്കും. എന്നിട്ട് എന്നേക്കുമുള്ള ആ പരലോക ജീവിതത്തില് നമുക്ക് രാജാക്കന്മാരായി ജീവിക്കണം. ഈ ഒരു 4 സംഗതി ചുരുക്കി ഇങ്ങ് പറഞ്ഞ് സന്തോഷത്തിന്റെ രസതന്ത്രത്തിന്റെ രാജപാത നമുക്ക് മുമ്പിൽ വരഞ്ഞിടുകയാണ് കീമിയായ സആദത്ത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആൽക്കെമി ഓഫ് ഹാപ്പിനെസ്, ആത്മീയ സന്തോഷ രസതന്ത്രം. ആൽക്കെമി ഓഫ് ഹാപ്പിനെസ്, ആത്മീയ സന്തോഷ രസതന്ത്രം. അരീക്കോടിന്റെ അറിവിൻ ഹൃദയ വൃക്ഷത്തിൽ നിന്നും ഹൃദയങ്ങളിലേക്ക് കൈമാറിയ സന്തോഷ